ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. മിശിഹായിൽ പ്രിയമുള്ളവരെ, ഇന്ന് നാം ശ്രവിക്കുന്ന വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 15-ാം തിരുവചനം. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക, അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. മിശിഹായിൽ പ്രിയമുള്ളവരെ, ഈ വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുവന്ന് നമുക്കൊന്ന് ധ്യാനിക്കാം. ഈ വചനത്തിലൂടെ ഈശോ നാം ഓരോരുത്തരോടുമാണ് സംസാരിക്കുന്നത്. വിളക്ക് കൊളുത്തിയിട്ട് ആരും പറയുടെ കീഴിൽ വയ്ക്കുകയില്ല എന്ന്, പീഠത്തിന്മേലാണ് വയ്ക്കുക എന്ന്, അപ്പോൾ ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം ലഭിക്കുമെന്ന്. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നൽകിയ അഭിഷേകം കൂട്ടായ്മയിലൂടെ, പ്രാർത്ഥനയിലൂടെ എല്ലാവരിലേക്കും അഭിഷേകമായി പകരേണ്ട ആ അഭിഷേകത്തെ ഇരുട്ടിൽ തള്ളിക്കളഞ്ഞാൽ നമുക്കാർക്കും പ്രകാശം ലഭിക്കുകയില്ല എന്ന് ഈശോ ഈ വചനത്തിലൂടെ നാം ഓരോരുത്തരോടും വ്യക്തമാക്കുകയാണ്. നാം ഓരോരുത്തരുടെയും ഈ കാലഘട്ടത്തിലെ ഒരു ചിന്തയാണ്. ഇപ്പോൾ ഉള്ളത് മറ്റ് രാജ്യങ്ങളിലാണ് ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നത്. എൻ്റെ രാജ്യത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്ത കാലത്ത് വരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലാണ് പീഡനങ്ങൾ നടക്കുന്നത്. ഞാൻ താമസിക്കുന്ന പ്രദേശങ്ങളിൽ കുഴപ്പങ്ങളൊന്നുമില്ല. അടുത്തതായി കടന്നു വരുന്നത് അടുത്ത ജില്ലകളിലാണ് പ്രശ്നങ്ങൾ കടന്നു വരുന്നത്. ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിലോ പ്രശ്നമൊന്നുമില്ല. അടുത്ത കാലത്തായി കടന്നു വരുന്നത് എൻ്റെ വീട്ടുമുറ്റത്താണ്. അപ്പോഴും ഞാൻ ഉറക്കത്തിലാണ്. പിന്നീട് ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ ഭവനത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നുകൊണ്ട് എന്നെ കടന്നു പിടിക്കപ്പെടുമ്പോഴാണ് എൻ്റെ ഉറക്കം ഞാൻ ഉണരുന്നത്. പീഠത്തിന്മേൽ വയ്ക്കാൻ മറന്നുപോകുന്ന നിമിഷങ്ങളാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇപ്പോൾ തന്നെ നാം ഉറക്കത്തിൽ നിന്നും ഉണരേണ്ട സമയമായിരിക്കുന്നു. നാം ഇപ്പോഴും വളരെ ഉറക്കത്തിലാണ്. നമ്മുടെ ചുറ്റും നടക്കുന്ന പ്രശ്നങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. നാം ചിന്തിക്കുന്നത് നമ്മുടെ ചുറ്റുപാടും പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം ഭദ്രമാണ്, എൻ്റെ ജോലി ഭദ്രമാണ്, എൻ്റെ വിദ്യാഭ്യാസ മേഖലകൾ ഭദ്രമാണ്, എൻ്റെ കുഞ്ഞുങ്ങൾ ഭദ്രമാണ്, ഞാൻ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളും ഭദ്രമാണ്. ചില കാലയളവിൽ ചിന്തിക്കും, എൻ്റെ നാട്ടിൽ പ്രശ്നമാണ്, അതുകൊണ്ട് ഞാൻ മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തേക്കാം. ഞാനായിരിക്കുന്നിടത്ത് ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന അഭിഷേകത്തെ ഉപയോഗിക്കാതെ ഒളിച്ചോടുമ്പോൾ ഞാൻ എൻ്റെ കർത്താവ് എനിക്ക് നൽകിയ അഭിഷേകത്തെ പറയുടെ കീഴിൽ ഒളിപ്പിച്ചുകൊണ്ടുള്ള എൻ്റെ ഒളിച്ചുള്ള യാത്ര, താർഷീസിലേക്കുള്ള എൻ്റെ കപ്പൽ യാത്ര. പ്രിയമുള്ളവരെ, ഞാൻ ഏത് കാട്ടിൽ പോയി ഒളിച്ചാലും, ഏത് കാടിൻ്റെ ഉള്ളിലേക്ക് മറഞ്ഞിരുന്നാലും ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഒരു വിളിയുണ്ട്. അത് എൻ്റെ ഉറക്കത്തിൻ്റെ ആധിക്യം നിമിത്തം, എൻ്റെ ആത്മീയ അന്ധതയുടെ മാറ്റത്തിന് ദൈവം ഈ വചനത്തിലൂടെ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഇപ്പോൾ തന്നെ ഉണർന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ നാം ഓരോരുത്തരുടെയും വീടുകളിലേക്ക് ഇത് പ്രശ്നങ്ങളായി തീരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് വിളക്ക് കൊളുത്തി പറയുടെ കീഴിൽ വയ്ക്കാതെ ദൈവം നൽകിയ അഭിഷേകത്തെ പരിപൂർണമായി സ്വീകരിച്ചുകൊണ്ട് നാം ഓരോരുത്തരും ഒറ്റക്കെട്ടായി പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെയൊക്കെ ഭവനങ്ങളിലേക്ക്, നമ്മുടെയൊക്കെ ഇടവുകളിലേക്ക്, നമ്മുടെയൊക്കെ ആത്മീയ ജീവിതങ്ങളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും പ്രാർത്ഥനാപൂർവം നേരിട്ടില്ലെങ്കിൽ നാം എല്ലാം വലിയ പ്രതിസന്ധികളിലേക്ക് കടന്നു പോകുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ആ വലിയ ആത്മീയ അന്ധത, നമ്മുടെ വലിയ ഈ ഉറക്കത്തിൽ നിന്നും പുറത്തു വരേണ്ട സമയമായിരിക്കുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ വചനം ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുവന്ന് ധ്യാനിച്ച് നാം ഉറങ്ങുന്ന അവസ്ഥയിൽ നിന്നും പുറത്തു വന്നുകൊണ്ട് ദൈവിക അഭിഷേകത്തെ സ്വീകരിച്ചുകൊണ്ട് നാം ഇന്ന് കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളെയും പ്രാർത്ഥനാപൂർവം നേരിടാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.